എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. നിങ്ങൾ ബൂർക്കിന ഫാസോ എന്ന് കേട്ടിട്ടുണ്ടോ? സ്വന്തമായിട്ടൊരു ചരിത്രവും ആരുടെ മുന്നിൽ തലകുനിക്കാത്ത ഒരു കിടിലൻ പോരാട്ട വീര്യവുമുള്ള ഒരു നാടാണ്. ഇപ്പോൾ അവിടെ ഒരു പുതിയ ഹീറോ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഒന്നൊന്നര ഹീറോ എന്ന് വേണം പറയാനായിട്ട്. പേര് ക്യാപ്റ്റൻ ഇബ്രാഹിം ട്രയോറെ. വെറും 37 വയസ്സ് മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. 2022 അദ്ദേഹം സീനിലേക്ക് വരുന്നത്. വന്നതോടെ കോടിക്കണക്കിന് ആൾക്കാരുടെ ഹരമായിട്ട് മാറുകയാണ്, ഹീറോ ആയിട്ട് മാറുകയാണ്. ലോകമെമ്പാടുമുള്ള ആൾക്കാരുടെ കേട്ടോ. നല്ലൊരു ലീഡറിന് വേണ്ടിയിട്ട് ലോകം കാത്തിരിക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ട്രയോറയുടെ ഈ എൻട്രി. അതുകൊണ്ട് തന്നെ ആളുകൾ ഇദ്ദേഹത്തെ ഒരു മോഡേൺ ആഫ്രിക്കൻ ഹീറോ ആയിട്ടാണ് കാണുന്നത്. പണ്ടത്തെ ഒരു തീപ്പൊരി ലീഡർ ഉണ്ടായിരുന്നു, തോമസ് സങ്കര എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ആളുകൾ പറയുന്നത് ഇദ്ദേഹം സങ്കരയുടെ ഒരു പുതിയ വെർഷൻ ആണ്, അല്ലെങ്കിൽ സങ്കര 2.0 എന്നൊക്കെയാണ് ഈ ഒരു ട്രയോറെ വിളിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആരോരും അറിയാത്ത ഒരു ആർമി ക്യാപ്റ്റനിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ലീഡറായിട്ട് മാറുന്ന ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് ജേർണി, അത് ഭയങ്കര ഒരു സംഭവം തന്നെയായിരുന്നു. യൂത്തിൻ്റെ എനർജിയും രാജ്യസ്നേഹവും അതോടൊപ്പം പഴയ വലിയ ശക്തികളോടുള്ള ഒരു കൂസലില്ലാത്ത ഒരു ആറ്റിറ്റ്യൂഡും ഉണ്ടല്ലോ, ആ ഒരു കഥയാണ് ഇപ്പോൾ ലോകം മുഴുവൻ ഏറ്റെടുത്തിരിക്കുന്നത്, ഇപ്പോൾ ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇബ്രാഹിം ട്രയോറയുടെ ജീവിതമാണ് പറയാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ തുടക്കം, പട്ടാളത്തിലെ അദ്ദേഹം നടത്തിയിട്ടുള്ള ഫൈറ്റ്, പിന്നെ 2022 ഒരു അട്ടിമറിയിലൂടെ അധികാരത്തിൽ വന്നത്, എല്ലാം നമ്മൾ ഇന്ന് നോക്കും. ഒരു പുതിയ ജനകീയ വിപ്ലവത്തിന് അദ്ദേഹം എങ്ങനെയാണ് നേതൃത്വം കൊടുത്തതെന്ന് നമുക്ക് അടുത്തറിയാം. അദ്ദേഹത്തിൻ്റെ വിപ്ലവകരമായിട്ടുള്ള ഐഡിയകൾ, ആഫ്രിക്കൻ രാജ്യങ്ങളെ ഒന്നാക്കാനുള്ള വലിയ സ്വപ്നം, പിന്നെ വർഷങ്ങളായിട്ട് തങ്ങളെ അടക്കി ഭരിച്ചവരെ അദ്ദേഹം എങ്ങനെയാണ് നേരിടുന്നത് എന്നൊക്കെ നമ്മൾ പരിശോധിക്കും. അതോടൊപ്പം ട്രയോറെ എങ്ങനെയാണ് ഒരു വൈറൽ സെൻസേഷനായി മാറിയതെന്നും അദ്ദേഹം നേരിടുന്ന കടുത്ത വെല്ലുവിളികളെ കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിക്കും. അവസാനം വരെ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. കാരണം ട്രയോറയുടെ ഈ പോരാട്ടം എന്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇത്ര പ്രധാനപ്പെട്ടതാണെന്ന് ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കഴിയുന്നവർ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കാൻ ശ്രമിക്കുക. അങ്ങനെയെങ്കിൽ മാത്രമേ കൂടുതൽ വീഡിയോസൊക്കെ നിങ്ങളുടെ ഫീഡിലേക്ക് റെക്കമെൻഡേഷൻ ആയിട്ട് വരത്തുള്ളൂ. നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഇങ്ങനെ ലോകത്ത് നടക്കുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള അറിവുകൾക്ക് പുറമെ പണം വളർത്താനുള്ള അവസരം കൂടി ലഭിച്ചാലോ? അങ്ങനെ നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം മെച്യൂരിറ്റിയിൽ ₹1 പോലും നഷ്ടപ്പെടാതെ ടാക്സ് ഇളവുകളോട് നിക്ഷേപിക്കാനുള്ള അവസരം ഇപ്പോൾ വന്നിട്ടുണ്ട്. സാക്ഷാൽ ടാറ്റയുടെ കീഴിലുള്ള ടാറ്റ AIA ലൈഫ് ആണ് ഈ ഒരു അവസരം ഒരുക്കിയിരിക്കുന്നത്. അവരുടെ NFO ടോപ്പ് 200 ആൽഫ 30 ഇൻഡെക്സ് ഫണ്ട് ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. പക്ഷേ ഈ വരുന്ന ജൂൺ 30 വരെ മാത്രമേ ഈ NFOയിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ അവസരമുള്ളൂ. അതായത് വെറും 3 ദിവസം കൂടി മാത്രം. ഈ NFOയെ കുറിച്ച് കൂടുതൽ അറിയാനും നിക്ഷേപിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം. ഈ NFOയുടെ ഇൻഡെക്സിന്റെ കഴിഞ്ഞ 5-10 വർഷങ്ങളിലെ വാർഷിക ശരാശരി റിട്ടേൺസ് നോക്കിക്കഴിഞ്ഞാൽ അത് 31%, 22.3%. അപ്പോൾ മുൻകാലങ്ങളിൽ നല്ല രീതിയിൽ റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു ഇൻഡെക്സ് ആണിത്. ഇത് പ്രകാരം 2015 നിങ്ങളൊരു 10 ലക്ഷം രൂപ ഇതിൽ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇന്നത് 75 ലക്ഷം രൂപയായിട്ട് തിരികെ കിട്ടിയേനെ. ഈ ഇൻഡെക്സിനെ തന്നെയാണ് ടാറ്റ AIA ലൈഫ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ NAV വാല്യൂ 10 രൂപയാണ്. 2000 പോലുള്ള ചെറിയ തുകകൾ മുതൽ എത്ര വലിയ തുക വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നിക്ഷേപിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ മാസ പ്രീമിയത്തിന്റെ 120 മടങ്ങ് ലൈഫ് കവറും ഇതിനോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. പ്രതിവർഷം 2.5 ലക്ഷം രൂപ വരെയൊക്കെ നിക്ഷേപിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന ലാഭത്തിന് ടാക്സ് കൊടുക്കേണ്ട. പ്രവാസികൾക്കും ഇവിടെ നിക്ഷേപിക്കാൻ കേട്ടോ. മാസം 18,000 രൂപ വെച്ചൊക്കെ നിക്ഷേപിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ 2 കോടി വരെ റിട്ടേൺ ലഭിക്കാനുള്ള സാധ്യതകളും ഇവിടെ പറയുന്നുണ്ട്. പിന്നെ മറക്കണ്ട, ഈ മാസം 30 വരെ മാത്രമേ നിങ്ങൾക്ക് ഈ NFOയിൽ നിക്ഷേപിക്കാൻ അവസരമുള്ളൂ. അതായത് വെറും 3 ദിവസം കൂടി മാത്രം. ഈ NFOയെ കുറിച്ച് കൂടുതൽ അറിയാനും നിക്ഷേപിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം. അല്ലെങ്കിൽ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന ഈ QR കോഡ് ഉണ്ടല്ലോ, അത് സ്കാൻ ചെയ്താലും മതി. നമുക്ക് വിഷയത്തിലേക്ക് തിരികെ വരാം. അപ്പോൾ ആരാണ് ഇബ്രാഹിം ട്രയോറെ? അദ്ദേഹം എവിടെ നിന്നാണ് വരുന്നത്? അദ്ദേഹത്തിന്റെ യാത്ര തുടങ്ങുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ആരോരും അറിയാത്ത ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്നാണ്. വർഷം 1908 മാർച്ച് 14 പടിഞ്ഞാറൻ ബൂർക്കിന ഫാസോയിലെ കേര എന്നൊരു ചെറിയ പട്ടണത്തിലെ ഒരു സാധാരണ കർഷക കുടുംബത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. ബൂർക്കിന ഫാസോ എന്ന പേരിന്റെ അർത്ഥം തന്നെ നേരുള്ള മനുഷ്യരുടെ നാട് എന്നാണ് കേട്ടോ. ചെറുപ്പത്തിൽ ഇബ്രാഹിം ശാന്തനായിരുന്നെങ്കിലും പഠിക്കാനും മിടുക്കനും ഭയങ്കര ഹാർഡ് വർക്കറും ഒക്കെ ആയിരുന്നു കേട്ടോ. സ്കൂളിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് പിന്നീട് വൂഗാഡുഗ യൂണിവേഴ്സിറ്റിയിൽ ജിയോളജി പഠിക്കാൻ പോവുകയാണ്. പക്ഷെ അവിടെയും വെറുതെ ക്ലാസ്സിൽ മാത്രം ഒതുങ്ങിയില്ല. ഒരു മാർക്സിസ്റ്റ് സ്റ്റുഡന്റ് ഓർഗനൈസേഷനിലൊക്കെ ചേർന്ന് സ്റ്റുഡന്റ് പൊളിറ്റിക്സിൽ, രാഷ്ട്രീയത്തിൽ നല്ല ആക്റ്റീവായിരുന്നു. കൂട്ടുകാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തി. അങ്ങനെ അച്ചടക്കവും വിശ്വാസവും സാമൂഹിക ബോധവും എല്ലാം ചേർന്നാണ് സ്വന്തം ജനങ്ങളെ സ്നേഹിക്കുന്ന ഒരു യുവ പോരാളിയായിട്ട് അദ്ദേഹം രൂപപ്പെട്ടത്. എന്നാൽ ട്രയോറയുടെ യഥാർത്ഥ വഴി പട്ടാള യൂണിഫോമിലായിരുന്നു. 2009 അദ്ദേഹത്തിന്റെ 21-ാം വയസ്സിൽ അദ്ദേഹം ആർമിയിൽ ചേരുകയാണ്. സ്വന്തം നാടിനെ സംരക്ഷിക്കണമെന്ന ഉറച്ച തീരുമാനത്തോടെ മൊറോക്കോയിൽ പോയി ആന്റി എയർക്രാഫ്റ്റ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് അദ്ദേഹം ട്രെയിനിങ് നേടുകയാണ്. പിന്നീട് മാലിയിൽ UN സമാധാന സേനയുടെ പീസ് കീപ്പിംഗ് ഫോഴ്സിന്റെ ഭാഗമായിട്ട് അവിടെ വിമതരുടെ ആക്രമണങ്ങൾക്കിടയിൽ അദ്ദേഹം പോരാടി. അങ്ങനെ ആ ഒരു പോരാട്ടത്തിലൂടെ ചങ്കൂറ്റമുള്ളവൻ, ധീരൻ എന്ന് അദ്ദേഹം പേരെടുക്കുകയാണ്. വർഷം 2020 ക്യാപ്റ്റനായിട്ട് പ്രൊമോഷൻ കിട്ടിയപ്പോൾ അദ്ദേഹത്തെ തീവ്രവാദികൾ തകർത്തുകൊണ്ടിരിക്കുന്ന വടക്കൻ ബൂർക്കിനായിലേക്ക് അയക്കുകയാണ് പോരാടാൻ വേണ്ടിയിട്ട്. അവിടെ കണ്ട കാഴ്ചകളാണ് അദ്ദേഹത്തെ ശരിക്കും മാറ്റിമറിച്ചത്. ഒരു വശത്ത് ആവശ്യത്തിന് ആയുധങ്ങളോ സൗകര്യങ്ങളോ ഇല്ലാതെ താനും കൂട്ടുകാരും പാവപ്പെട്ട ഗ്രാമവാസികളെ രക്ഷിക്കാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോൾ, മറുവശത്ത് തലസ്ഥാനത്തെ രാഷ്ട്രീയക്കാർ അഴിമതിയിൽ മുങ്ങി സുഖിക്കുകയായിരുന്നു. ഇങ്ങോട്ട് സഹായം അയക്കുന്നതിനേക്കാൾ അവർക്ക് താല്പര്യം പണം നിറച്ച സൂട്ട് കേസുകൾ കൈമാറുന്നതിനായിരുന്നു. അതായത് അത്രത്തോളം അഴിമതിക്കാരായിട്ടുള്ള രാഷ്ട്രീയക്കാരായിരുന്നു ആ സമയത്ത് നാട് ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കടുത്ത യാഥാർത്ഥ്യം
ക്യാപ്റ്റൻ ട്രയോറെ വല്ലാതെ നിരാശനാക്കുകയാണ്. അതോടെ പ്രതീക്ഷയില്ലാത്ത യുവ സൈനികരുടെ ശബ്ദമായിട്ട് അദ്ദേഹം മാറുകയാണ്. 2022 ആയപ്പോഴേക്കും ബുർക്കിന ഫാസോ ശരിക്കും ഒരു തകർച്ചയുടെ വക്കിലായിരുന്നു. ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ നാട് പിടിച്ചടക്കുന്നു, ആയിരക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെടുന്നു, സർക്കാരിന്റെ കഴിവുകേടിൽ ജനങ്ങൾ രോക്ഷം കൊള്ളുകയാണ്, ഒരുപാട് പ്രതിഷേധങ്ങളൊക്കെ നടത്തുകയാണ്. ആ വർഷം ജനുവരിയിൽ ട്രയോറ ഉൾപ്പെടെയുള്ള സൈനികരെ ഒരു അട്ടിമറിയിലൂടെ അവിടുത്തെ പ്രസിഡന്റിനെ പുറത്താക്കുകയാണ്. പക്ഷേ പുതിയ നേതാവായിട്ടുള്ള ഡാമിബയും പരാജയമായി മാറിയതോടെ പ്രതീക്ഷകളെല്ലാം മങ്ങുകയാണ്. തങ്ങളുടെ വിപ്ലവം വെറുതെ ആകുകയാണെന്ന് ക്യാപ്റ്റൻ ട്രയോറയ്ക്കും കൂട്ടുകാർക്കും മനസ്സിലായി. തോൽക്കാൻ തയ്യാറാവാതെ അദ്ദേഹം വീണ്ടും പോരാടാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ 2022 സെപ്റ്റംബർ 30 വെറും 34 വയസ്സുള്ള ഇബ്രാഹിം ട്രയോറെ രണ്ടാമതും ഒരു അട്ടിമറിക്ക് നേതൃത്വം നൽകുകയാണ്. ഡാമിബയെ പുറത്താക്കി ഒരു സ്വയം ലീഡറായി ആ നാടിന്റെ തലവനായിട്ട് മാറുകയായിരുന്നു. അതോടെ തലസ്ഥാനം ആഘോഷത്താൽ ആർത്തിരമ്പുകയാണ്. ജനങ്ങൾക്ക് അതൊരു പുത്തൻ പ്രതീക്ഷയായിരുന്നു. ഒടുവിൽ തങ്ങളുടെ നാടിനെ രക്ഷിക്കാനും അഭിമാനം വീണ്ടെടുക്കാനും ഒരാൾ വന്നിരിക്കുന്നു. മിലിറ്ററി യൂണിഫോമിലും ചുമന്ന തൊപ്പിയിലും വന്ന ട്രയോറെ ജനങ്ങൾക്ക് ഉറപ്പ് കൊടുക്കുകയാണ്, ഇത് അധികാരത്തിന് വേണ്ടിയല്ല, നമ്മുടെ നാടിനെ രക്ഷിക്കാനുള്ള അവസാനത്തെ ശ്രമമാണ്. അങ്ങനെ 34 വയസ്സിൽ അദ്ദേഹം ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രത്തലവനായിട്ട് മാറുകയാണ്. അദ്ദേഹത്തിന്റെ ലക്ഷ്യം വളരെ വ്യക്തമായിരുന്നു. ജനങ്ങളെ ഒന്നിപ്പിക്കുക, ഭീകരവാദത്തെ എതിർക്കുക, പഴയതിന്റെ ചാരത്തിൽ നിന്ന് ഒരു പുതിയ നാട് കെട്ടിപ്പടുക്കുക. അതോടെ വിപ്ലവം തുടങ്ങുകയായിരുന്നു. ട്രയോറയുടെ ഭരണം എന്ന് പറയുന്നത് വെറും ഒരു പുതിയ ഗവൺമെന്റ് അല്ല, അതൊരു പഴയ സ്വപ്നം പൊടിതട്ടിയെടുക്കുന്നത് പോലെയായിരുന്നു. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ 1980കളിലേക്ക് പോകണം. അന്ന് ബുർക്കിന ഫാസോയ്ക്ക് ക്യാപ്റ്റൻ തോമസ് സങ്കര എന്നൊരു ഹീറോ ഉണ്ടായിരുന്നു. സാമ്രാജ്യത്വത്തെ എതിർക്കുകയും സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിക്കുകയും ചെയ്ത ഒരു വിപ്ലവ നേതാവ്. പക്ഷേ സങ്കരയെ പിന്നീട് ചതിച്ചു കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം മറ്റൊരു യുവ ക്യാപ്റ്റൻ അതേ വഴിയിലൂടെ നടക്കുകയാണ്. ട്രയോറെ സങ്കരയുടെ പാരമ്പര്യം പരസ്യമായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ, നയങ്ങളിലും ആ തീപ്പൊരി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പലരും ട്രയോറെ വിളിക്കുന്നത് ശങ്കരയുടെ പുനർജന്മം അല്ലെങ്കിൽ സങ്കര 2.0 എന്നൊക്കെയാണ്. ഇദ്ദേഹത്തിന്റെ ഐഡിയകളുടെ കാതൽ എന്ന് പറയുന്നത് കൊളോണിയലിസത്തോടുള്ള കട്ട എതിർപ്പാണ്. ഈ തീവ്രവാദം എന്നൊക്കെ പറയുന്നത് നമ്മളെ തമ്മിലടിപ്പിച്ച് നമ്മളുടെ സ്വത്തുക്കൾ കൊള്ളയടിക്കാനുള്ള ഒരു പുതിയ അടവ് മാത്രമാണെന്ന് ട്രയോറെ തുറന്നടിച്ച് പറയുകയാണ്. ഫ്രാൻസിനോടും മറ്റുള്ളവരോടും പറഞ്ഞു, നിങ്ങളുടെ കളി ഇനി ഇവിടെ നടക്കില്ല, മതി. ഈ ഡയലോഗ് കേട്ട ജനങ്ങൾ മൊത്തം ആവേശത്തിലാകുകയാണ്. പ്രാദേശികമായിട്ട് ഉണ്ടാക്കിയ വസ്ത്രങ്ങൾ ധരിച്ചും രാജ്യത്തിന്റെ സമ്പത്തില് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നും നമ്മുടെ സംസ്കാരത്തിലും ഭാവിയിലും അഭിമാനിക്കാൻ അദ്ദേഹം ജനങ്ങളോട് പറയുകയാണ്. ഒരു കിടിലൻ കാര്യം അദ്ദേഹം ചെയ്തത് തലസ്ഥാനത്തെ ഒരു മെയിൻ റോഡിന്റെ പേര് മാറ്റിയിട്ട് തോമസ് സങ്കര ബൊളിവാർഡ് എന്നാക്കി മാറ്റുകയാണ്. തോമസ് സങ്കരയെ പോലെ തന്നെ ട്രയോറയും സ്വാശ്രയത്വത്തെക്കുറിച്ചും അഭിമാനത്തെക്കുറിച്ചും ഒക്കെയാണ് എപ്പോഴും സംസാരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒരു ഞെട്ടിപ്പിക്കുന്ന കണക്ക് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഇന്ന് ബൂർക്കിന ഫാസോയിൽ ജനിക്കുന്ന ഒരു കുഞ്ഞ് ഫ്രാൻസിൽ ജനിക്കുന്ന ഒരു കുഞ്ഞിനേക്കാൾ 16 മടങ്ങ് കൂടുതൽ മരിക്കാൻ സാധ്യതയുണ്ട്. അതായത് ശിശു മരണനിരക്കുണ്ടല്ലോ, അത്രത്തോളം 16 മടങ്ങാണ് എന്നുള്ളതാണ്. ഈ അവസ്ഥ മാറണം, നമ്മൾ മാറ്റും. സാമ്പത്തിക സ്വാതന്ത്ര്യമില്ലെങ്കിൽ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് എന്തർത്ഥമാണുള്ളത്? ഈ ബോധ്യമാണ് അദ്ദേഹത്തിന്റെ ഭരണത്തെ ഒരു ജനകീയ പുരോഗമന വിപ്ലവം എന്ന് വിളിക്കാൻ കാരണം. നമ്മളിപ്പോൾ വെറും ഒരു ഡെമോക്രസി അല്ല, മറിച്ച് നമ്മളൊരു ജനകീയ പുരോഗമന വിപ്ലവത്തിലാണെന്നാണ് അദ്ദേഹം ഒരു മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വെസ്റ്റേൺ സ്റ്റൈലിലുള്ള ഇലക്ഷൻ അല്ല, മറിച്ച് ജനങ്ങളുടെ വികസനമാണ് ആദ്യം വേണ്ടതെന്ന് അദ്ദേഹത്തിന്റെ നിലപാട് രാജ്യത്ത് വലിയ കൈയടി നേടുകയാണ്. ട്രയോറയുടെ ഭരണത്തിന്റെ കീഴിൽ തോമസ് സങ്കരയുടെ ചിത്രങ്ങൾ സർക്കാർ ഓഫീസുകളിൽ വീണ്ടും വരികയാണ്. 1983 ആ വിപ്ലവത്തിന്റെ ആവേശം, ആ ഒരു മുദ്രാവാക്യങ്ങളും ഒക്കെ തിരികെ വരികയാണ്. സങ്കരയുടെ സ്മാരകം തുറന്നു കൊടുത്തുകൊണ്ട് അദ്ദേഹം ചെറുപ്പക്കാരോട് പറയുകയാണ്, വിപ്ലവത്തിന്റെ തീപ്പന്തം ഇനി നിങ്ങളുടെ കയ്യിലാണ്. പഴയതിനെയും പുതിയതിനെയും ഇങ്ങനെ ബന്ധിപ്പിച്ചുകൊണ്ട് ട്രയോറെ ഒരു വലിയ പാരമ്പര്യത്തിന്റെ തുടർച്ചക്കാരനായിട്ട് സ്വയം മാറുകയാണ് ഇവിടെ ഉണ്ടായത്. ക്യാപ്റ്റൻ ട്രയോറയുടെ സ്വപ്നങ്ങൾ ബുർക്കിന ഫാസോയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അധികാരത്തിൽ വന്ന അന്ന് മുതൽ തന്നെ അദ്ദേഹം സംസാരിക്കുന്നത് ആഫ്രിക്കൻ ഐക്യത്തെക്കുറിച്ചാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളുടെ പൊതുവായിട്ടുള്ള പ്രശ്നങ്ങളെ നേരിടാൻ വേണ്ടി അദ്ദേഹം ആദ്യം ചെയ്ത കാര്യം എന്താണെന്നറിയാവോ? തൊട്ടടുത്ത രാജ്യങ്ങളായിട്ടുള്ള മാലിയും നൈജറുമായിട്ട് ഒരു സഖ്യം ഉണ്ടാക്കുകയാണ്. ഈ 3 രാജ്യങ്ങളും മുമ്പ് ഫ്രഞ്ച് കോളനികളായിരുന്നു. 3ലും പട്ടാള അട്ടിമറികൾ നടന്നിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഒറ്റക്കെട്ടായി നിന്ന് ഒരു പുതിയ വഴി ഉണ്ടാക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. ഇതിനെയാണ് സഹേൽ രാജ്യങ്ങളുടെ സഖ്യം അഥവാ AES എന്ന് പറയുന്നത്. പാശ്ചാത്യരുടെ സഹായമില്ലാതെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമ്മൾ തന്നെ പരിഹാരം കാണണമെന്നതായിരുന്നു തീരുമാനം. പാശ്ചാത്യ ശക്തികളെ, പ്രത്യേകിച്ച് ഫ്രാൻസിനെ തള്ളിക്കളയുക എന്നതായിരുന്നു ട്രയോറയുടെ പ്രധാന അജണ്ട. അദ്ദേഹം രാജ്യത്ത് തമ്പടിച്ചിരുന്ന ഫ്രഞ്ച് പട്ടാളക്കാരോട് പറഞ്ഞു, ഇനി നിങ്ങളുടെ സഹായം വേണ്ട, സ്ഥലം വിട്ടോ എന്ന്. അങ്ങനെ നേരിട്ട് പറയാൻ, നോ പറയാൻ, മതി എന്ന് പറയാൻ ധൈര്യം കാണിച്ച ഒരു വീരശൂര പരാക്രമിയായിട്ടുള്ള നേതാവാണ് ട്രയോറെ. ഫ്രഞ്ച് അംബാസഡറെ പുറത്താക്കുകയും ഫ്രഞ്ച് മീഡിയ നിരോധിക്കുകയും ചെയ്തതോടെ പതിറ്റാണ്ടുകൾ നീണ്ട ഫ്രഞ്ച് ആധിപത്യത്തിന് അതൊരു വലിയ അടിയായി മാറുകയാണ്. പകരം ട്രയോറെ റഷ്യയുമായിട്ട് കൂട്ടുകൂടുകയാണ്. ഭീകരവാദത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തില് റഷ്യയെ ഒരു തന്ത്രപരമായിട്ടുള്ള കൂട്ടാളി എന്ന് വിളിക്കാൻ ട്രയോറയ്ക്ക് ഒരു മടിയുമില്ലായിരുന്നു. എന്തു തന്നെ ആയാലും കാര്യങ്ങൾ മൊത്തത്തിൽ മാറുകയാണ്. 2023 ട്രയോറെ റഷ്യ ആഫ്രിക്ക ഉച്ചകോടിയിൽ പങ്കെടുക്കുകയാണ്. സഹേൽ സഖ്യത്തിലെ 3 രാജ്യങ്ങളും തങ്ങളുടെ താല്പര്യങ്ങളെ ബഹുമാനിക്കുന്ന ആരുമായിട്ടും കൂട്ടുകൂടുമെന്ന് ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയുകയാണ്. പ്രാദേശികമായിട്ട് ട്രയോറെ പട്ടാള ഭരണമുള്ള മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ടും ഒക്കെ തന്നെ അടുത്ത ബന്ധം സ്ഥാപിക്കുകയാണ്. സാമ്പത്തിക ഉപരോധങ്ങളെ അവർ ഒരുമിച്ച് നേരിടുകയാണ്. ഫ്രഞ്ച് കറൻസി ഉപേക്ഷിച്ച് സ്വന്തമായിട്ടുള്ള കറൻസി ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പോലും അവർ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ യുവ നേതാക്കൾക്കിടയിലുള്ള സൗഹൃദം ആഫ്രിക്കയിൽ
ചെറുപ്പക്കാർക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ പരിഹരിക്കും, അത് നമ്മളുടെ സ്വന്തം വഴിയിൽ എന്നൊരു നിലപാടായിരുന്നു അവിടെ അദ്ദേഹവും ആ രാജ്യത്തെ ചെറുപ്പക്കാരും കൈക്കൊണ്ടിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം വെറും ഒരു ദേശീയ നേതാവല്ല, മറിച്ച് ആഫ്രിക്കൻ ഐക്യത്തിന്റെ പുതിയൊരു തലമുറയുടെ മുഖമായിട്ട് അദ്ദേഹം മാറുകയാണ്. ട്രയോറയുടെ വിദേശ നയം ലോകം ശ്രദ്ധിച്ചപ്പോൾ രാജ്യത്തിനകത്ത് അദ്ദേഹം നടപ്പാക്കിയ കാര്യങ്ങളാണ് വിപ്ലവത്തിന് ശരിക്കും ഒരു ജീവൻ നൽകിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഇതിനെ പുരോഗമനപരവും ജനകീയപരമായിട്ടുള്ള ഒരു വിപ്ലവം എന്നാണ് വിളിക്കുന്നത്. അതായത് അധികാരം ജനങ്ങളിലേക്ക് തിരികെ കൊടുത്ത് നാടിനെ വേഗത്തിൽ വികസിപ്പിക്കുക എന്നൊരു ഐഡിയ ആണ് അദ്ദേഹം ഫോളോ ചെയ്തത്. അദ്ദേഹം ആദ്യം ചെയ്തത് എന്താണെന്ന് അറിയാവോ? രാജ്യത്തിന്റെ സ്വർണ്ണഖനികളെല്ലാം തന്നെ സർക്കാരിന്റെ കീഴിലാക്കുകയാണ്. ഇനി ഈ രാജ്യത്തിന്റെ സ്വത്ത് ഇവിടുത്തെ ജനങ്ങൾക്കുള്ളതാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു തന്ത്രപരമായിട്ടുള്ള നീക്കമായിരുന്നു അത്. അദ്ദേഹം ഏകദേശം 660 കോടി രൂപ വില മതിക്കുന്ന സ്വർണ്ണഖനികളെല്ലാം തന്നെ ദേശസാൽക്കരിക്കുകയാണ്, നാഷണലൈസ് ചെയ്യാണ്. അതോടൊപ്പം രാജ്യത്തെ ആദ്യത്തെ സർക്കാർ സ്വർണ്ണ ശുദ്ധീകരണശാലയ്ക്കും അദ്ദേഹം തുടക്കമിടുകയാണ്. ബുർക്കിന ഫാസോ ഇനി വിൽപ്പനയ്ക്കുള്ളതല്ല എന്നൊരു ശക്തമായിട്ടുള്ള സന്ദേശമായിരുന്നു അത്. ട്രയോറയുടെ വിപ്ലവം സാധാരണക്കാരുടെയും യുവാക്കളുടെയും രാജ്യത്തിന്റെ ഭാഗമാകുകയാണ്. 2023 തീവ്രവാദ ആക്രമണം കൂടിയപ്പോൾ അദ്ദേഹം ഒരു പൊതുവായിട്ടുള്ള സൈന്യ നീക്കം പ്രഖ്യാപിക്കുകയാണ്. ഇതോടെ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ സൈന്യത്തെ സഹായിക്കാൻ വേണ്ടി VDP എന്നൊരു സന്നദ്ധ സംഘടനയിൽ ചേരുകയാണ്. ഈ സാധാരണക്കാർ സൈനികർക്കൊപ്പം ചേർന്ന് ഗ്രാമങ്ങളിൽ കാവൽ നിൽക്കുകയാണ്, തീവ്രവാദികൾക്കെതിരെ പോരാടുകയാണ്. ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ യുദ്ധം ചെയ്യും, ആ യുദ്ധത്തിൽ ജയിക്കുമെന്നാണ് ട്രയോറെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തീവ്രവാദത്തിനെതിരെ മാത്രമല്ല, രാജ്യത്തിനകത്ത് പട്ടിണിക്കെതിരെയും അദ്ദേഹം ഒരു വലിയ യുദ്ധം തുടങ്ങുകയാണ്. നമ്മൾ കഴിക്കുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കാർഷിക മുന്നേറ്റവും അതങ്ങോട്ട് പ്രഖ്യാപിക്കുകയാണ്. ചെറുപ്പക്കാരോട് കൃഷിയിലേക്ക് ഇറങ്ങാൻ അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. എല്ലാ രാജ്യത്തുമുള്ള പ്രശ്നമാണ് കൂടുതൽ ചെറുപ്പക്കാർ കൃഷിയിലേക്ക് ഇറങ്ങാത്തൊരു വിഷയമല്ലേ. അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെ ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ കൃഷിയിലേക്ക് ഇറങ്ങുക, ഏറ്റവും അഭിമാനപരമായിട്ടുള്ളൊരു കാര്യമാണ്, ആൾക്കാരുടെ വിശപ്പടക്കുന്ന ഒരു ജോലിയല്ലേ, അത് ഏറ്റവും അന്തസ്സുള്ള ജോലിയാന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം തന്നെ ചെറുപ്പക്കാരെ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. പറയുക മാത്രമല്ല കേട്ടോ, പ്രവർത്തിക്കുകയും ചെയ്തു. ഗവൺമെന്റ് അതിന് വേണ്ടിയിട്ടുള്ള വിത്തും വളവും ഒക്കെ കൊടുക്കുകയാണ്. അതോടെ കാര്യങ്ങൾ മൊത്തത്തിൽ മാറിമറിയുകയാണ്. രാജ്യത്തിന്റെ കൃഷി മെച്ചപ്പെടുകയാണ്, GDP വളരെ കൂടുകയാണ്. രാജ്യത്തിന്റെ ആദ്യത്തെ പാൽ ഫാക്ടറി തുടങ്ങിയതും ഒരു വലിയ വിജയമായിരുന്നു. കാരണം പണ്ട് പാല് പോലും ഇറക്കുമതി ചെയ്തിരുന്ന ഒരു രാജ്യമായിരുന്നു ബൂർക്കിന ഫാസോ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കുക. പാലെന്ന് പറഞ്ഞാൽ ഒരു പശുവിനെ വളർത്തിയാൽ മതിയല്ലേ, പക്ഷെ അതുപോലും ഇല്ലാത്ത അത്രത്തോളം ദരിദ്ര രാജ്യമായിരുന്നു അത്. അവിടെ ആദ്യമായിട്ടൊരു പാൽ ഫാക്ടറി വരെ വരികയാണ്. ഇനി ജ്യൂസ്, തുണിത്തരങ്ങൾ എന്നിവയ്ക്കുമുള്ള ഫാക്ടറികളും ഒക്കെ വരാൻ പോകുന്നുണ്ട്. സാംസ്കാരികപരമായിട്ടും ഒരുപാട് മാറ്റങ്ങൾ വരികയാണ്. സ്കൂളിൽ ഫ്രഞ്ചിന് പകരം പ്രാദേശിക ഭാഷകൾക്ക് പ്രാധാന്യം നൽകി തുടങ്ങുകയാണ്. ജഡ്ജിമാരും ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ കൊളോണിയൽ കാലത്തെ കോട്ടും സ്യൂട്ടും ഒക്കെ ഉപേക്ഷിച്ച് തദ്ദേശീയമായിട്ട് നെയ്ത വസ്ത്രങ്ങൾ ധരിക്കാൻ തുടങ്ങിയാണ്. ട്രയോറയുടെ സന്ദേശം വളരെ വ്യക്തമാണ്. നമ്മുടെ മണ്ണിലും ജനങ്ങളിലും വേരൂന്നിയാൽ മാത്രമേ നമുക്ക് തലയുയർത്തി നിൽക്കാൻ കഴിയത്തുള്ളൂ. ലോകത്തിലെ ഏറ്റവും പാവപ്പെട്ട ദരിദ്രമായിട്ടുള്ള രാജ്യങ്ങളിലൊന്നായിട്ടുള്ള ബുർക്കിന ഫാസോയ്ക്ക് സ്വന്തമായിട്ടൊരു വഴിവെട്ടി തുറക്കാൻ കഴിയുമെന്ന് തെളിയിക്കാനാണ് ട്രയോറെ ശ്രമിക്കുന്നത്. പിന്നെ ഇദ്ദേഹം ഒരു സോഷ്യൽ മീഡിയ സ്റ്റാർ ആണ് കേട്ടോ. സാധാരണക്കാരെ പോലെ ഫുട്ബോൾ കളിച്ച് വലിയ പ്ലെയേഴ്സിൻ്റെ കൂടെ കളിക്കാറുണ്ട്, ജനങ്ങളോട് കൂളായിട്ട് ഇടപഴകും. അല്ലാതെ ഇവിടെ കാണുന്നത് പോലെ വലിയ VIP ആഡംബരങ്ങളിലും വലിയ എസ്കോർട്ടിലൊന്നുമല്ല നടക്കുന്നത്. ഇതൊക്കെ കണ്ട് നമ്മുടെ ഈ കേരളത്തിൽ പോലും ആൾക്കാർ അടിപൊളി എന്ന് പറയാറുണ്ട്. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം എന്താണെന്നറിയാമോ? ഒരുപാട് മലയാളികൾ തന്നെ നമ്മുടെ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹത്തെ പറ്റി ഒരു വീഡിയോ ചെയ്യാമോ എന്ന്. അതുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തിൽ വരെ കേരളത്തിലെ യുവതലമുറ വരെ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയ ആ ഒരു ഓളം, ആ ഒരു വിപ്ലവം എന്ന് പറയുന്നത് നിസ്സാരമല്ല. പക്ഷേ ഈ കഥയുടെ മറുവശം, മറ്റേ സൈഡ് അത്ര സിമ്പിൾ അല്ല കേട്ടോ. രാജ്യത്ത് തീവ്രവാദത്തിനെതിരെ വലിയൊരു യുദ്ധം തന്നെ നടക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീടും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, പട്ടിണിയുണ്ട്. 2023 മാത്രം 8400-ലധികം ആൾക്കാരാണ് കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നത്. 20 ലക്ഷത്തിലധികം ആൾക്കാർക്ക് സ്വന്തം വീട് വിട്ട് ഓടേണ്ടി വന്നു. ഈ കടുത്ത സാമ്പത്തിക മാനസിക പ്രതിസന്ധികളെ മറികടക്കുക എന്നുള്ളത് ട്രയോറയ്ക്ക് മുമ്പിലുള്ള ഏറ്റവും വലിയൊരു ദൗത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സുഹൃത്തുക്കളെ ഈ കഥ നമുക്ക് അത്രത്തോളം പ്രധാനപ്പെട്ടതാകുന്നത്. ഇത് വെറും ഒരു ലീഡറിൻ്റെ, ഒരു നേതാവിൻ്റെ കഥ മാത്രമല്ല, നമ്മളെപ്പോലെ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ചെറുപ്പക്കാർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു പോരാട്ടമാണ്. കേരളത്തിലെ നമുക്ക് ഈ പോരാട്ട വീര്യം പെട്ടെന്ന് മനസ്സിലാകുമല്ലേ. കാരണം നമ്മുടെ പഴയ നേതാക്കളെയൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ അത്രത്തോളം പോരാട്ട വീര്യമുള്ള നേതാക്കളായിരുന്നു നമുക്ക് കേരളത്തിലാണെങ്കിലും ഇന്ത്യ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നത്. എല്ലാ പ്രതിസന്ധികൾക്കിടയിലും ട്രയോറെ പ്രതീക്ഷയുടെ ഒരു സന്ദേശമാണ് നൽകുന്നത്. ലോകത്തിലെ ഏറ്റവും ദരിദ്രമായ ഒരു രാജ്യത്ത് പോലും ചെറുപ്പക്കാർക്ക് മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്ന് അദ്ദേഹം കാണിച്ചു തന്നു. തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുമ്പിലായാലും വാഗാഡൂഗുവിലാണെങ്കിലും അനീതിക്കെതിരെ പോരാടാൻ അദ്ദേഹം ലോകമെമ്പാടുമുള്ള ചെറുപ്പക്കാർക്ക് ഒരു പ്രചോദനമാണ്. ഒന്ന് സങ്കല്പിച്ച് നോക്കൂ, ക്യാപ്റ്റൻ ഇബ്രാഹിം ട്രയോറെ പട്ടാള യൂണിഫോമിൽ ഒരു വാഹനത്തിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ചുറ്റും യുവാക്കളുടെ ഒരു കടലിരമ്പുകാണ്. അദ്ദേഹത്തിന്റെ ചുരുട്ടിപ്പിടിച്ച മുഷ്ടി ഉയർന്നു നിൽക്കുന്നു. ആ പോരാട്ടം ബൂർക്കിന ഫാസോയുടേത് മാത്രമല്ല, അത് അന്തസ്സിനും സ്വാശ്രയത്വത്തിനും വേണ്ടിയുള്ള നമ്മളുടെ എല്ലാം പോരാട്ടമാണ്. അദ്ദേഹത്തിന്റെ ധൈര്യം നമ്മളെ പ്രചോദിപ്പിക്കട്ടെ. അദ്ദേഹത്തിന്റെ വിജയം എത്ര ചെറുതാണെങ്കിലും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന എല്ലാ ജനതയുടെയും ഒരു വിജയമാണ്. എല്ലാ പ്രതിസന്ധികൾക്കിടയിലും ക്യാപ്റ്റൻ ഇബ്രാഹിം ട്രയോറെ നമ്മളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു, ഹീറോകൾ തീർച്ചയായിട്ടും ഉദിച്ചു വരും. അവർ ഉദിക്കുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും മുന്നോട്ട് പോകാൻ ഒരു പുതിയ വഴി തെളിയുമെന്ന്. ഇബ്രാഹിം ട്രയോറെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആയിരുന്നു ഇത്. എന്തായാലും അദ്ദേഹത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നമ്മളുടെ സംസ്ഥാനത്തോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തോ നിലവിൽ അദ്ദേഹത്തെ പോലുള്ള ഒരു ലീഡർ ഇപ്പോൾ ഉണ്ടോ?
പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ശരിയാണ്. പക്ഷേ ഇപ്പോൾ ഈ 2025 അങ്ങനത്തെ ഒരു നേതാവിനെ നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ രാജ്യത്തോ ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ആ ഒരു ലീഡറിന്റെ പേര് എഴുതുക. പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെക്കുറിച്ച് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ജൂൺ 30 വരെയാണ് നിങ്ങൾക്ക് NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കുക. അതായത് ഇനി വെറും 3 ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ? സമയം വളരെ കുറവാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം. അതിൽ പോയിട്ട് കോൾ ബാക്ക് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മലയാളത്തിൽ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. എന്തായാലും ട്രയറെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. ഞാൻ ചോദിച്ച പോലെ തന്നെ നമ്മുടെ രാജ്യത്ത് അങ്ങനത്തെ ഒരു ലീഡർ ഉണ്ടോ? അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.